ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂട്രീഷണൽ ലാബലിംഗ്. ന്യൂട്രീഷണൽ ലാബലിംഗ്. അപ്പോൾ ഈ ന്യൂട്രീഷണൽ ലാബലിങ്ങിന് നമ്മൾ അറിയപ്പെടുന്ന മറ്റുള്ള പേരാണ് ഒന്ന് ന്യൂട്രീഷണൽ ഫാക്ട്സ്, ന്യൂട്രീഷണൽ ഫാക്റ്റ്, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ പാനൽ ഇൻഫർമേഷൻ, ന്യൂട്രീഷണൽ പാനൽ ഇൻഫർമേഷൻ. അങ്ങനെ പലതരത്തിലുള്ള പേരിലാണ് എന്തറിയപ്പെടുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രീഷണൽ ലാബലിംഗ് അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ പാക്കറ്റിൽ കാണാൻ സാധിക്കും ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രീഷണൽ ഇൻഫർമേഷനും ന്യൂട്രീഷണൽ പാനൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ലാബലിംഗ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഫാക്റ്റ് എന്ന പേരിലാണ് അതിൻ്റെ പിറകിൽ ഉണ്ടാവുക. അപ്പോൾ ഏത് ഫുഡ് പ്രൊഡക്റ്റ് ആയാലും നമ്മുടെ ഹ്യൂമൻ കൺസംഷൻ ആയിട്ടുള്ള ഏത് ഫുഡ് പ്രൊഡക്ട്സിനും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രീഷണൽ ലാബലിംഗ് കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്, റെഗുലേറ്റഡ് ബൈ FDA. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പ്രകാരം ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രീഷണൽ ലാബലിംഗ് എല്ലാ ഹ്യൂമൻ കൺസംഷൻ യൂസ് ചെയ്യുന്ന ഫുഡ് പ്രൊഡക്ട്സിനും കമ്പൽസറി ആണ്. എങ്കിലും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫുഡ് പ്രൊഡക്ട്സിനെല്ലാം എന്ത് വേണം, ഈ പറഞ്ഞിരിക്കുന്ന ഇത് വേണം, ന്യൂട്രീഷണൽ ലാബലിംഗ് വേണം അക്കോർഡിംഗ് ടു FDA. FDA എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ വേറൊരു ഇതുണ്ട്, ഒരു ആക്ട് ഉണ്ട്, NLEA എന്ന് പറയും, അത് ന്യൂട്രീഷണൽ ലാബലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ആക്ട്. ന്യൂട്രീഷണൽ ലാബലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ആക്ട് ആണ്, അത് 1990 ആണ്. അതിനകത്തും പറയുന്നത് എന്താണ്, ദ ഫുഡ് പ്രോസസ്സേഴ്സ് മസ്റ്റ് ഇൻക്ലൂഡ് ഓൺ ദെയർ ലേബിൾസ് ഇൻക്ലൂഡിങ് ന്യൂട്രീഷൻ ഫാക്ട്. അപ്പോൾ ഇവർ പ്രകാരമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ന്യൂട്രീഷൻ ഫാക്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്. ന്യൂട്രീഷണൽ ലാബലിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ആക്ട് ആണ് കേട്ടോ, 1990 NLEA എന്ന് പറയും. പിന്നെ NLEAൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ്, അതായത് എന്തുകൊണ്ടാണ് ന്യൂട്രീഷൻ ഫാക്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമ്മുടെ കൺസ്യൂമേഴ്സിന് ഈസിലി ഫുഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും, അല്ലേ? സെലക്ടിങ് ഫുഡ്സ് ഈസി ആയിരിക്കും. അതായത് അതിനകത്ത് ഇപ്പോൾ ന്യൂട്രീഷൻ ഫാക്ടിനകത്ത് എത്രത്തോളം വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്, ഷുഗർ ഫ്രീ ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ്, അത് നോക്കിയിട്ട് ഒരു ഹെൽത്തിയർ ഡയറ്റിലുള്ള ഒരു ഫുഡ് സെലക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ കൺസ്യൂമറിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, കൺസ്യൂമറിൻ്റെ കൺഫ്യൂഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരേ പ്രൊഡക്റ്റ് തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ന്യൂട്രീഷണൽ ഫാക്ട്സ് നോക്കുന്നതിലൂടെ നമുക്ക് ഏതാണ് ഹെൽത്തി ആയിട്ടുള്ളത്, ഏതിലാണ് ഗുഡ് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്, ഏതിനകത്താണ് ഫാറ്റ് കണ്ടന്റ് കുറവ്, അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസ്യൂമർ കൺഫ്യൂഷൻ അവിടെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ എൻകറേജ് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഇന്നോവേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ന്യൂട്രീഷണൽ ലാബലിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളത്. അപ്പോൾ കണ്ടവർക്കറിയാം ഈ ന്യൂട്രീഷണൽ ലാബലിംഗ് എങ്ങനെയാണ് വരുന്നുള്ളത്, ഒരു ടേബിൾ ഫോമിലാണല്ലോ ഉണ്ടാവുക, ഒരു ടേബിൾ ഫോം. അതിൻ്റെ ടോപ്പിൽ ന്യൂട്രീഷണൽ ഫാക്ട്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ടോട്ടൽ ഫാറ്റ് ഇത്ര ഗ്രാം, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഇത്ര ഗ്രാം, കാർബോഹൈഡ്രേറ്റ്, ഡയറ്ററി ഫൈബർ ഇത്ര ഗ്രാം, അങ്ങനെ ഓരോന്നും അതിൻ്റേതായ രീതിയിൽ എഴുതിയിട്ടുണ്ടാകും. ശരിക്കും ഈ ന്യൂട്രീഷണൽ ഫാക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ആൾക്കാരാണ് മെയിനായിട്ട്. ഒന്നെന്ന് പറയുന്നത് ന്യൂട്രിയൻ്റ് ഡിക്ലറേഷൻ, അതാണ് നമ്മൾ പറഞ്ഞത് ഇത്ര വൈറ്റമിൻസ് ഉണ്ട്, ഇത്ര പൊട്ടാഷ്യം ഉണ്ട്, ഇത്ര കാൽഷ്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ എഴുതൂലേ, അത് ന്യൂട്രിയൻ്റ് ഡിക്ലറേഷൻ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ സെർവിങ് സൈസ് ഉണ്ടാവും. പിന്നെ ഡെയിലി വാല്യൂ, ഡെയിലി വാല്യൂ, ഇത് 3 സാധനങ്ങളാണ് കമ്പൽസറി ആയിട്ട് അതിനകത്ത് വേണ്ടത്, സാധാരണ അതിനകത്ത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ന്യൂട്രിയൻ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഇപ്പം ഒരു 100 ഗ്രാം, ആദ്യത്തെ നമ്മൾ ന്യൂട്രിയൻ ഡിക്ലറേഷനാണ് പറയുന്നത്, ഒരു 100 ഗ്രാം, ഇപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ഫുഡ് ചിലപ്പോൾ 5 ml പാക്കറ്റ് ആവാം, അല്ലെങ്കിൽ 50 ഗ്രാമിൻ്റെ പാക്കറ്റ് ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു പാക്കറ്റ് ആവാം. പക്ഷേ അതിനകത്തുള്ള ന്യൂട്രിയൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് 100 ഗ്രാം, സോളിഡിൻ്റെ കേസാണെങ്കിൽ 100 ഗ്രാം ആയിരിക്കും. ഇനി സെമി സോളിഡോ ലിക്വിഡോ ആണെങ്കിൽ അത് 100 ml ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ എന്താണ് 100 ഗ്രാമിൽ അല്ലെങ്കിൽ 100 ml എത്രത്തോളം കലോറീസ് അടങ്ങിയിട്ടുണ്ട്, എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഈ കലോറീസ് നമ്മൾ കിലോ കലോറിയിലാണ് പറയുക, പ്രോട്ടീൻ ഗ്രാംസിൽ പറയും, കാർബോഹൈഡ്രേറ്റ്സ് ഗ്രാംസിൽ പറയും. പിന്നെ ടോട്ടൽ ഷുഗേഴ്സ് എത്രയാണ്, ആഡഡ് ഷുഗേഴ്സ് എത്രയാണ്, അതുകൂടാണ്ട് ടോട്ടൽ ഫാറ്റ് എത്രയാണ്, അതിനകത്ത് തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് എത്രയാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എത്രയാണ്, സോഡിയം എത്ര mg ആണ്, കാൽഷ്യം എത്ര mg ആണ്, അതുപോലുള്ള ഡീറ്റെയിൽസാണ്
ന്യൂട്രിയൻ്റ് ഡിക്ലറേഷനകത്ത് കാണപ്പെടുക. 100 ഗ്രാമിൽ അല്ലെങ്കിൽ 100 ml എത്രത്തോളം ഉണ്ട് അതാണ് അതിനകത്ത് കാണപ്പെടുക. ഓക്കെ, അതാണ് ഒന്ന്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, സെർവിങ് സൈസ്. സെർവിങ് സൈസ് എന്ന് വെച്ചാൽ എന്താണ്? സെർവിങ് സൈസ് മീൻസ് ദ എമൗണ്ട് ഓഫ് ഫുഡ് കസ്റ്റമർലി കൺസ്യൂംഡ് പെർ ഈറ്റിംഗ് ഒക്കേഷൻ or as defined on the label which is expressed in metric units. ഈ പറഞ്ഞിരിക്കുന്നത് മെട്രിക് യൂണിറ്റ്സിലാണ് ഉണ്ടാവുക, അതായത് ഗ്രാമിൽ അല്ലെങ്കിൽ ML അങ്ങനെയാണ് ഉണ്ടാവുക, MGയിൽ അങ്ങനെയാണ് അത് ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ പാക്കറ്റ് ചിലപ്പോൾ 5 ml ആയിരിക്കാം, അപ്പോൾ സെർവിങ് സൈസ് 5 ml. അല്ലെങ്കിൽ നമ്മുടെ പാക്കറ്റ് 55 ഗ്രാം ആയിരിക്കാം, അപ്പോൾ സെർവിങ് സൈസ് 55 ഗ്രാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ പാക്കറ്റിനകത്ത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും സെർവിങ് സൈസ് 2/3 കപ്പ് 55 ഗ്രാം. ഓക്കെ, അങ്ങനെ നമുക്ക് സെർവിങ് സൈസ് നിങ്ങൾ ഏതൊരു പാക്കറ്റ് എടുത്താലും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അതിനകത്ത് എത്രത്തോളം ആൾക്കാർ, എത്രത്തോളം സെർവിങ്സ് ഉണ്ട്, ഇത് ഇവിടെ കണ്ടില്ലേ 2/3 കപ്പ് എന്ന്. അപ്പോൾ നമ്പർ ഓഫ് സെർവിങ്സും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സെർവിങ് സൈസ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് നമ്പർ ഓഫ് സെർവിങ് സൈസും കൂടി അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോളിഡ്സിൻ്റെ കേസിൽ ഗ്രാംസും, അതുപോലെ തന്നെ ലിക്വിഡ് സെമി സോളിഡ് കേസിൽ മില്ലി ലിറ്ററിലുമാണ് ഈ സെർവിങ് സൈസ് കൊടുത്തിട്ടുണ്ടാവുക. അടുത്തതാണ് പെർസെൻറ്റേജ് ഓഫ് ഡെയിലി വാല്യൂ. അതിന് നമ്മൾ DV എന്ന് കൂടെ പറയും, ഡെയിലി വാല്യൂ, അല്ലെങ്കിൽ GDA എന്ന് പറയും. GDA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈഡ് ലൈൻ ഡെയിലി എമൗണ്ട്, പെർസെൻറ്റേജ് ഓഫ് ഗൈഡ് ലൈൻ ഡെയിലി എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ഡെയിലി വാല്യൂ, ഓരോ ന്യൂട്രിയൻറ്റും നമ്മൾ ഡെയിലി എത്ര കഴിക്കാം, അങ്ങനെയുള്ള ഡെയിലി ഇറ്റ് ഈസ് ദ ഡെയിലി വാല്യൂ ഫോർ ഈച്ച് ന്യൂട്രിയൻ ഇൻ എ സെർവിങ് ഓഫ് ദ ഫുഡ്. ഒരു സെർവിങ് ഫുഡിനകത്ത് ഡെയിലി വാല്യൂ എത്രയായിരിക്കും, നമ്മൾ ഇത്ര കഴിക്കാൻ പാടുള്ളൂ, എക്സസൈസ് കഴിക്കാൻ പാടില്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഡെയിലി വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, റെഫറൻസ് എമൗണ്ട്സ് ആണ്. ഇത് നമുക്ക് ഗ്രാമിൽ, മില്ലിഗ്രാമിൽ, മൈക്രോഗ്രാമിലൊക്കെ കാണാൻ സാധിക്കും. മൈക്രോഗ്രാമിൽ, മില്ലിഗ്രാമിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ ഡയറ്റിലേക്ക് ഇത് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഡെയിലി വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ കൺസ്യൂമറിന് ഇന്ന ഫുഡ് ഇന്ന പ്രോട്ടീൻ നമുക്ക് നമ്മുടെ ബോഡിയിനകത്ത് ഇത്ര കിട്ടി, അത്ര കിട്ടി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത്രയാണ് ഡെയിലി വാല്യൂവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ പറയില്ലേ എന്താണ് ന്യൂട്രീഷണൽ ലാബലിംഗ് ആവശ്യമില്ലാത്ത കുറച്ച് ഫുഡ്സ് ഉണ്ട് എന്ന്. അതായത് ഇപ്പോൾ ഒരു ഫുഡ് സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് മാത്രമായിട്ടുള്ള ഒരു പാക്കറ്റ് ആണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ വാട്ടറിനകത്ത് സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഷുഗർ, സാൾട്ട്, സ്പൈസസ്, ഇതിൻ്റെ ഒന്നും കേസിൽ ന്യൂട്രീഷണൽ ലാബലിംഗ് ആവശ്യമായിട്ട് വരുന്നില്ല. ഓക്കെ, ഇതിൻ്റെ ഒന്നും കേസസിൽ ന്യൂട്രീഷണൽ ലാബലിംഗ് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ നോൺ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ടീ, കോഫി എന്നൊക്കെ പറയുന്നത്, അതിനും ന്യൂട്രിറ്റീവ് വാല്യൂൻ്റെ ആവശ്യമില്ല. നോൺ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ളത് ആവശ്യമില്ല. ഓക്കെ, അതിന് ആവശ്യമില്ല. ടീ, കോഫി പോലുള്ളതിനൊന്നും ഈ പറഞ്ഞിരിക്കുന്ന ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്ക് ചെയ്യുന്ന ഫ്രഷ് പ്രൊഡക്ട്സ് ഇല്ല, അതായത് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ സീ ഫുഡ്, എഗ്ഗ്, അതിൻ്റെ ഒന്നും കേസിൽ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രഷ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫ്രഷ് ആയിട്ട് ചെയ്യുന്നതിനൊന്നും നമ്മൾ കൊടുക്കേണ്ടി വരില്ല. പിന്നെ റോ ആയിട്ട് നമ്മൾ എടുക്കുന്നുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഇല്ലേ, അതായത് വീറ്റ്, റൈസ്, പിന്നെ വേറെ എന്തെങ്കിലും സെറിയൽസ്, ഗ്രെയിൻസ് ഒക്കെ, അതിൻ്റെ ഒന്നും കേസിലും ഈ പറഞ്ഞിരിക്കുന്ന ഇത് ആവശ്യമായിട്ട് വരുന്നില്ല. പിന്നെ ഇമീഡിയറ്റ് കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റൽസിലും അതുപോലെ തന്നെ ഹോട്ടൽസിലൊക്കെ ഉണ്ടാക്കുന്നില്ല ഇമീഡിയറ്റ് കൺസംഷൻ. അപ്പോൾ ആ സമയത്തും ഈ പറഞ്ഞിരിക്കുന്നത് ഉണ്ടാക്കേണ്ടി വരാറില്ല. നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നതല്ല, ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ബൾക്ക് ക്വാണ്ടിറ്റീസിൽ ഷിപ്പ് ചെയ്യുന്നുള്ള ചില പ്രൊഡക്ട്സ് ഉണ്ട്. അതായത് ഡയറക്റ്റ് കൺസ്യൂമേഴ്സിന് നമ്മൾ കഴിക്കാനല്ല, അത് വേറെ ഫോമിലേക്ക് മാറ്റിയിട്ട് കഴിക്കുന്നതായിരിക്കും. ദാറ്റ് ഈസ് നോട്ട് സെയിൽ ഇൻ ദാറ്റ് ഫോം ടു കൺസ്യൂമേഴ്സ്. ആ ഫോമിലല്ല കൺസ്യൂമേഴ്സിന് കൊടുക്കുന്നുള്ളത്. അങ്ങനെയുള്ള ഫുഡ് പ്രൊഡക്ട്സിനും നമുക്കത് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോഡക്ട്സിനൊന്നും എന്താവശ്യമായിട്ട് വരുന്നില്ല, ന്യൂട്രീഷണൽ ലാബലിംഗ് ആവശ്യമായിട്ട് വരുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ സിംഗിൾ ഫുഡ് പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് എന്തെങ്കിലും മിക്സ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും കൊടുക്കണം. ഓക്കെ, പിന്നെ ചില സമയത്ത് ചില ഫുഡിനകത്ത് ട്രാൻസ് ഫാറ്റ് ഫ്രീ, കൊളസ്ട്രോൾ ഫ്രീ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഗ്ലൂട്ടൻ ഫ്രീ. അതിനൊക്കെ നമ്മൾ ക്ലെയിംസ് എന്ന് പറയും. ആ ക്ലെയിംസ് നമ്മൾ കറക്റ്റായിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവണം. അത് നമ്മുടെ FSSAI പോലുള്ള ഏജൻസീസ് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് മാത്രമേ ആ പ്രൊഡക്റ്റിനെ പുറത്തോട്ട് കൊണ്ടുവരുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലെയിംസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ക്ലെയിംസ്. അതായത് ഇപ്പോൾ ഇതിനകത്ത് പറയാണ്, ഞാൻ പറയുന്നത് കാൽഷ്യം ബിൽഡ് സ്ട്രോങ് ബോൺസ്, അങ്ങനെ ഒരു ക്ലെയിമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.
കാൽഷ്യം ബിൽഡ് സ്ട്രോങ് ബോൺസ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ കാൽഷ്യം എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻറ്റ് നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ വിറ്റാമിൻ സി ബൂസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇവിടെ എന്താണ്, വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻറ്റ് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ന്യൂട്രിയൻസ് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്തെങ്കിലും ക്ലെയിം കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഹെൽത്ത് ക്ലെയിം എന്ന് പറയും. ഇനി അതല്ല, മറ്റൊന്നാണ് ന്യൂട്രീഷൻ ക്ലെയിം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ കൊളസ്ട്രോൾ ഫ്രീ അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച്, ഫൈബർ റിച്ച് എന്നൊക്കെ പറയാറില്ലേ. അതാണ് എന്താണ് ന്യൂട്രീഷൻ ക്ലെയിമിനകത്ത് വരുന്നതാണ് എന്താണ് ലോ ഇൻ കലോറീസ്. അതൊന്നും നമ്മുടെ ഹെൽത്തുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നില്ല. ആ ന്യൂട്രിയൻറ്റിന് മാത്രമാണ് പറയുന്നത്. ലോ ഇൻ കലോറീസ്, ഷുഗർ ഫ്രീ പ്രൊഡക്ട്സ് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല. അതൊക്കെയാണ് ന്യൂട്രീഷൻ ക്ലെയിമായിട്ട് വരുന്നത്. ഇനി അടുത്തെയാണ് റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ക്ലെയിമും ന്യൂട്രീഷൻ ക്ലെയിമും ഒക്കെ ആണല്ലോ. അടുത്തെയാണ് റിസ്ക് റിഡക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള എന്താണ് കൺസംഷൻ ഓഫ് എ ഫുഡ് സിഗ്നിഫിക്കൻ്റ്ലി ആൾട്ടറിങ്, അതായത് നമ്മളിപ്പോൾ ഇത് പറയാറില്ലേ, ഇറ്റ് കണ്ടെയ്ൻസ് ഫുഡ് അലർജൻസ്. നമ്മൾ മിൽക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പറയാറുണ്ട് ഇതിനകത്ത് അലർജൻസ് ഉണ്ടാവാം, ഒരു പക്ഷേ അത് കഴിക്കുന്ന ആൾക്കാർക്ക് അലർജി കോസ് ചെയ്യാം. അതുപോലുള്ള ചില വാണിംഗ് കൊടുക്കൂലേ, അതിനാണ് നമ്മൾ റിസ്ക് റിഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ന്യൂട്രീഷണൽ ക്ലെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ ഫ്രീ, കൊളസ്ട്രോൾ ഫ്രീ, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച്, ഫൈബർ റിച്ച് എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ ഹെൽത്ത് ക്ലെയിംസ് ആകുമ്പോൾ ഇതുപോലുള്ള ഹെൽത്തിനെയും ന്യൂട്രിയൻറ്റിനെയും ലിങ്ക് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അത്രയാണ് ക്ലെയിംസ്. ഇനി ഈ ക്ലെയിം നമുക്ക് തോന്നുന്ന പോലെ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യമായിട്ട് എന്താണ് എനർജി, ലോ കലോറി എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അത് ഒരു മിനിറ്റ്. ലോ കലോറി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എത്രത്തോളം ലോ ആണെന്ന് നമ്മൾ അതൊരു റൂളുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്കത് വെക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തത് ലോ കലോറി എന്ന് നമ്മൾ പറയാണ്. ലോ കലോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 കിലോ കലോറി പെർ 100 ml, 100 ഗ്രാം. ഓക്കെ, 100 ഗ്രാമിൽ എന്തായിരിക്കണം, 40 കിലോ കലോറി ആയിരിക്കണം. ഇനി ml ആണെങ്കിൽ 20 കിലോ കലോറി പെർ ml, 100 ml. ഓക്കെ, ലോ കലോറി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് മോർ ദാൻ, ഇത്രയേ പാടുള്ളൂ. ഓക്കെ, നോട്ട് മോർ ദാൻ 40 കിലോ കലോറി പെർ 100 ഗ്രാം, അതുപോലെ തന്നെ 20 കിലോ കലോറി പെർ 100 ml. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കലോറി ഫ്രീ എന്ന് പറയും. ഇത് ലോ കലോറി ഫ്രീ. നമ്മൾ ലാക്ടോസ് ഫ്രീയും പഠിച്ചില്ല. അതേപോലെ തന്നെ കലോറി ഫ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കിലോ കലോറി പെർ 100 ml അല്ലെങ്കിൽ 100 ഗ്രാം. ഓക്കെ, അതാണ് ലോ കലോറി. നെക്സ്റ്റ് ആണ് ഫാറ്റിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ്. നമ്മൾ ലോ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 3 ഗ്രാം പെർ 100 ഗ്രാം, നോട്ട് മോർ ദാൻ 3 ഗ്രാം പെർ 100 ഗ്രാം. പിന്നെ ml ആണെങ്കിൽ 1.5 ഗ്രാം പെർ 100 ml, 1.5 ഗ്രാം പെർ 100 ml. ഇനി ഫാറ്റ് ഫ്രീ എന്ന് പറയുന്നുണ്ടെങ്കിൽ 0.5 ഗ്രാമിൽ കൂടാൻ പാടില്ല. ml-ലോ ഗ്രാമിലോ 0.5 കൂടാൻ പാടില്ല. അതാണത്. ഫാറ്റ് ഫ്രീയും ഫാറ്റും, കലോറി ഫ്രീ, ലോ കലോറിയും ലോ ഫാറ്റും. ഇനി അടുത്തതായിട്ട് വരുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റാണ്. ലോ സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് മോർ ദാൻ 1.5 ഗ്രാം പെർ 100 ഗ്രാം. അതേപോലെ തന്നെ നോട്ട് മോർ ദാൻ 0.75 ഗ്രാം പെർ 100 ml. അതാണ് ലോ ഫാറ്റ്. ഇനി അതേപോലെ തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഫ്രീ ആണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ 0.1 ഗ്രാമിൽ കൂടാൻ പാടില്ല, ml-ലായാലും ഗ്രാമിലായാലും. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ വാല്യൂ പഠിച്ചു വെക്കാം. അടുത്തതായിട്ട് ഷുഗർ ഫ്രീ എന്ന് പറയാറില്ലേ. ഷുഗർ ഫ്രീ എന്ന് പറയുമ്പോൾ ലോ ഷുഗർ ആദ്യം പറയാം. ലോ ഷുഗറിൻ്റെ കേസിൽ 5 ഗ്രാം പെർ 100 ഗ്രാം, 5 ഗ്രാമിനേക്കാളും കൂടാൻ പാടില്ല. അതുപോലെ തന്നെ 2.5 ഗ്രാം പെർ 100 ml, ml-ൻ്റെ കേസിലാണെങ്കിൽ 2.5 ഗ്രാമിൽ കൂടാൻ പാടില്ല. ഇനി ഷുഗർ ഫ്രീ എന്ന് പറയുമ്പോൾ 0.5 ഗ്രാം പെർ ml, അതുപോലെ തന്നെ ഗ്രാമും, അതിൽ കൂടാൻ പാടില്ല. അടുത്തതാണ് സോഡിയം എന്ന് പറയുമ്പോൾ ലോ സോഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ. ലോ സോഡിയം എന്ന് പറയുമ്പോൾ 0.12 ഗ്രാം പെർ അല്ലെങ്കിൽ 100 ഗ്രാമിൽ അല്ലെങ്കിൽ 100 ml-നകത്ത് 0.12 ഗ്രാമിൽ കൂടാൻ പാടില്ല. അതാണ് സോഡിയം എന്ന് പറയാനുള്ളത്. ഓക്കെ, സോഡിയം ഫ്രീ എന്ന് പറയുമ്പോൾ 0.005 ആണ് കേട്ടോ. 0.005 ആണ് ലോ സോഡിയം ഫ്രീ എന്ന് പറയുന്നത്. 0.005. അപ്പോൾ ലോ കലോറി എത്രയാണ്? 40 കിലോ കലോറിയും 20 കിലോ കലോറിയും അതുപോലെ തന്നെ 4 കിലോ കലോറിയാണ് കലോറി ഫ്രീ ആയിട്ട് വരുന്നത്. ഫാറ്റ് ആകുമ്പോൾ 3 ഗ്രാമും 1.5 ഗ്രാമും 0.5 ഗ്രാമാണ് വരുന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് പഠിച്ചു വെക്കണം. പിന്നെ സോഡിയം കഴിഞ്ഞു. അതിനടുത്തതാണ് ഡയറ്ററി ഫൈബർ.
ഡയറ്ററി ഫൈബറിൻ്റെ കേസിൽ നമ്മൾ എന്താണ് ഇതിനകത്ത്, അതായത് ഫൈബർ കണ്ടെയ്ൻസ്, അതായത് ഡയറ്ററി ഫൈബർ അതിനകത്ത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിനകത്ത് എന്ത് വേണം, 3 gram/100 gram വേണം, അല്ലെങ്കിൽ 1.5 gram/ml വേണം. 100 ml-നകത്ത് 1. ഇത്ര വേണം. ഓക്കെ. ഇനി റിച്ച് ആണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ 6 gram/100 gram വരണം. ഓക്കെ, 6 gram/100 gram വരണം. അതുപോലെ തന്നെ 3 gram/100 ml വരണം, റിച്ച് സോഴ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, ഡയറ്ററി ഫൈബറിൻ്റെ ഇറ്റ് കണ്ടെയ്ൻസ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ 3 gram/100 gram വേണം, 1.5 gram/100 ml വേണം. പിന്നെ ഇറ്റ്സ് റിച്ച് ഇൻ ഡയറ്ററി ഫൈബർ ആണെന്ന് പറഞ്ഞാൽ 6 gram/100 gram, 3 gram/100 ml. ഇനി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹൈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 70% ഓഫ് ദ ഫാറ്റി ആസിഡ്, അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ടോട്ടൽ ഫാറ്റി ആസിഡിൻ്റെ 70% അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പറയാൻ പറ്റുള്ളൂ. പിന്നെ ട്രാൻസ് ഫാറ്റ് ഫ്രീ എന്ന് പറയാറില്ലേ, ആ ട്രാൻസ് ഫാറ്റ് ഫ്രീ എന്ന് പറയുമ്പോൾ 0.2 ഗ്രാമിൽ കൂടാൻ പാടില്ല. 0.2 ഗ്രാമിൽ കൂടാൻ പാടില്ല. ഏതിനകത്ത് 100 gram എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ml എടുക്കുകയാണെങ്കിലും 0.2 ഗ്രാമിന് കൂടാൻ പാടില്ല. പിന്നെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ലോ കൊളസ്ട്രോളും ഉണ്ട്, കൊളസ്ട്രോൾ ഫ്രീ ഉണ്ട് കേട്ടോ. ലോ കൊളസ്ട്രോളും ഉണ്ട്, കൊളസ്ട്രോൾ ഫ്രീ ഉണ്ട്. ലോ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ 20 mg കൊളസ്ട്രോൾ പെർ 100 gram, അതുപോലെ തന്നെ 1.5 gram സാച്ചുറേറ്റഡ് ഫാറ്റ് പെർ 100 gram. ഓക്കെ, 20 mg കൊളസ്ട്രോളും 1.5 gram സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലോ കൊളസ്ട്രോൾ എന്ന് പറയാം, ലോ ആണെന്ന് പറയാം. ഇനി കൊളസ്ട്രോൾ ഫ്രീ എന്ന് പറഞ്ഞാൽ 5 mg കൊളസ്ട്രോൾ പെർ 100 gram ഓഫ് സോളിഡ്സ് അല്ലെങ്കിൽ 100 ml ഓഫ് ലിക്വിഡ്സ്. 5 mg ആണ്, 5 mg ആയിട്ടാണ് വരും. പിന്നെ പ്രോട്ടീൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ അതൊരു സോഴ്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ 10% എന്ത് വേണം, RDA വേണം. 10% RDA പെർ 100 gram അല്ലെങ്കിൽ 5% RDA പെർ 100 ml. ഓക്കെ, 5% RDA പെർ 100 ml വേണം. അല്ലെങ്കിൽ 5% ഓഫ് RDA പെർ 100 kcal. ഇനി ഇതെല്ലാം റിച്ച് ഇൻ പ്രോട്ടീൻ സോഴ്സ് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ 10ൻ്റെ ഡബിൾ 20 അല്ലേ, 20% RDA പെർ 100 gram, അതുപോലെ തന്നെ 10% RDA പെർ 100 ml, അതുപോലെ തന്നെ 10% RDA പെർ 100 kcal. അങ്ങനെയാണ് പ്രോട്ടീൻ്റെ കേസ് വരിക. ഇനി ഇതേപോലെ തന്നെ വൈറ്റമിൻസ് വരും. വൈറ്റമിൻസിൻ്റെ കേസ് പറയുമ്പോൾ ഈ 10% നമ്മുടെ പ്രോട്ടീൻ പറഞ്ഞ പോലെ 15% RDA പെർ 100 gram, അതുപോലെ തന്നെ 15% RDA പെർ 100 gram, അതിൻ്റെ നേരെ പകുതിയായിട്ടുള്ള 7.5% RDA പെർ 100 ml, അതുപോലെ തന്നെ 7.5% RDA പെർ 100 kcal. ഇനി ഹൈ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഡബിൾ 30%, അതുപോലെ തന്നെ 15%, 30% RDA പെർ 100 gram, 15% RDA പെർ 100 ml, 15% RDA പെർ 100 kcal. ഇങ്ങനെയാണ് വരിക. പിന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ്, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ബിലോ 55 ആയിരിക്കണം. പിന്നെ പ്രോബയോട്ടിക്സിൻ്റെ ഒരു സോഴ്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ 108 കോളനി ഫോമിങ് യൂണിറ്റ്സിൽ കൂടുതൽ എന്ത് വേണം, കോളനി ഫോമിങ് യൂണിറ്റ്സിൽ കൂടുതൽ നമ്മുടെ ഫുഡിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. എങ്കിൽ മാത്രമേ നമുക്കതൊരു പ്രോബയോട്ടിക് സോഴ്സ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ വാല്യൂസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് പറയുമ്പോഴാണ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുള്ളത്. ഒന്ന് എഴുതി വെച്ച് നോക്കിയാൽ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു.